നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് സിറ്റുവേഷനും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സ് ആണ്. അപ്പം നമ്മൾക്കിത് തേർഡ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റീഡിങ്സ് കാണാൻ പാടുള്ളൂ. കാരണം തേർഡ് സിറ്റുവേഷൻസ് ഇല്ലാത്തവർ കാണുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യരുത്. തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഉറപ്പായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് ഇത് കാണാൻ പാടുള്ളൂ കേട്ടോ. വെറുതെ മാനിഫെസ്റ്റ് ചെയ്യരുത്. കാരണം ഓരോ റീഡിങ്സും ഓരോ മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ കാണുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിൽ അത് പോസിറ്റീവായൊരു എനർജിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല എന്ന് ഉറപ്പുള്ളവർ ഒരിക്കലും അത് കാണാൻ നിൽക്കരുത്. ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കാണുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാല്യുബിൾ ആവുന്നതായിരിക്കും. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്കുള്ള ഒരു ഫീലിങ്സും, സെക്കൻഡ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് കാണിക്കുന്ന ഫീലിങ്സുമാണ് കേട്ടോ. അവരുടെ ആ ഒരു കറൻറ്റ് എനർജികളെയാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. രണ്ട് സാഹചര്യങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ആ സാഹചര്യത്തിന് നിങ്ങളുടെ വ്യക്തി കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നിന് മെച്ചം എന്ന രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന സാഹചര്യം കടന്നു പോകുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയോട് മാത്രമല്ല ആ വ്യക്തിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളതും പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻസ് കൂടി ഉണ്ട് എന്നതാണ് കാണുന്നത്. അതായത് വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നുണ്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക്. ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റിംഗ് ചെയ്താണ് ഈ തേർഡ് സിറ്റുവേഷൻസ് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്തെടുത്തതെന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു രീതിയിൽ എന്തോ ഒരു ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ കണക്റ്റ് ചെയ്തെടുത്തതാണെന്നുള്ളതും അതിൻ്റെ ഒരു കർമ്മ പോലെയാണ് ഇപ്പോൾ തേർഡ് സിറ്റുവേഷൻസ് മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു നിൽക്കുന്നതെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരുടെ ഇടയിലും അതുപോലെ ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണ് ഫാമിലി, കുടുംബമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്, കുടുംബമുണ്ടാകാം. അതല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ഫിനാൻഷ്യലായ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയി നിൽക്കുന്നതുമായിരിക്കാം. എന്താണേലും വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നത് ആ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ വ്യക്തി എന്ന് പറയുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ, അവരുടെ തേർഡ് സിറ്റുവേഷൻസിലാണ് പ്രാധാന്യം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം അവിടെ ഒരു പൂർണ്ണത, അതല്ലെങ്കിൽ അവിടെ ഒരു മാറ്റത്തെയൊക്കെയാണ് കാണിക്കുന്നത്, ഒരു സക്സസ്സിനെയൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഉണർവ്, ഒരു പൂർണ്ണത വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ വ്യക്തിയെയും തേർഡ് പാർട്ടിക്കും ഇടയിൽ ബന്ധനത്തിലായ പോലെയാണ് നിൽക്കുന്നത്. അതായത് ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയുന്നത് പോലെ രണ്ട് സിറ്റുവേഷൻസിനെ അവർ മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, അപ്പറയും വിട്ടുവീഴ്ച ചെയ്യാത്ത വിധം ഈ ഒരു പേഴ്സണും വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുകയും മറ്റെല്ലാ രീതിയിലും സ്റ്റക്നെസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചിട്ട് പോലും ഒരു രീതിയിലും ഈ ഒരു പേഴ്സണ് തേർഡ് സിറ്റുവേഷൻസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ ചെയ്തതും ശരിയല്ല എന്നത് ഏറ്റവും വലിയൊരു സത്യമാണ്. നിങ്ങളുടെ വ്യക്തിയെ അട്രാക്റ്റഡ് ചെയ്ത് അങ്ങോട്ടേക്ക് വരുത്തിയതിന് ശേഷം അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി, അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസ് അതിനു മുൻപേ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ പേഴ്സൺ അറിയാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. എന്തായാലും ഈ തേർഡ് പാർട്ടി ശരിക്കും ഒറ്റപ്പെടുന്നു. അതുപോലെ തന്നെ രണ്ട് സാഹചര്യങ്ങളെ, ഒന്നിനെ കളയാനും പറ്റുന്നില്ല, മറ്റതിനെ എടുക്കാനും പറ്റുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം ഒരു നിരാശയോടു കൂടിയും ഇനി എന്ത് തീരുമാനം
തീരുമാനമെടുക്കണം, എങ്ങനെ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കണമെന്ന് ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യും, എങ്ങനെ പോകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിരാശയോടുകൂടി നിൽക്കുന്നു. എങ്ങോട്ടെങ്കിലും ദൂരേക്ക് ഈ രണ്ട് സാഹചര്യങ്ങളെയും വിട്ടൊന്ന് നിന്നാലോ എന്ന് പോലും അവരാഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഈ നിങ്ങളുടെ വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസും തമ്മിലുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടിയും ആ തേർഡ് സിറ്റുവേഷൻസും കൂടാതെ നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ തേർഡ് പാർട്ടി വളരെയധികം ഒരു ബന്ധനത്തിലാണ്, ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കടന്നു പോകാനും ഈ രണ്ട് സാഹചര്യങ്ങളെയും ആ വ്യക്തിക്ക് ഒഴിവാക്കാനും പറ്റുമെങ്കിലും പക്ഷേ അതിനു മുന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്നെങ്കിൽ അവർക്ക് ഡിവൈനെ ഭയപ്പെടുന്നു, യൂണിവേഴ്സലിനെ ഭയപ്പെടുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ മറ്റൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരും എന്നുള്ള ഭയവും കാരണമാണ് ഈ തേർഡ് പാർട്ടി രണ്ട് സിറ്റുവേഷൻസിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഭയത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം രണ്ടു പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഒരാൾ വിട്ടുപോവുകയായിരുന്നു എങ്കിൽ തേർഡ് പാർട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ പേഴ്സണും മുറുകെ പിടിച്ചിട്ടുണ്ട്, അപ്പറെ ആ വ്യക്തിയും മുറുകെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടു പേരുടെയും പിടിയിൽ നിന്നും ഉടനെ ഒന്നും തേർഡ് പാർട്ടി സിറ്റുവേഷന് രക്ഷപ്പെടാൻ പറ്റാതെ ശരിക്കും അബദ്ധം പറ്റി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം സ്ട്രെങ്തോടുകൂടി, ശക്തിയോടുകൂടി അവർ ആലോചിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കണമെന്നൊക്കെ തേർഡ് പാർട്ടി ശരിക്കും ചിന്തിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കണം, അതല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, പോകണം എന്നൊക്കെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ടാലൻറ്റഡായ നല്ല കഴിവൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. കുറച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ടീച്ചിങ് ഫീൽഡ് പോലുള്ളതോ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പാകത്തിനൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ചെയ്തികളെന്ന് പറയുന്നത് നേരെ തിരിച്ചുമാണ്. ഒരു എടുത്തുചാട്ടം, അതായത് എന്തും ചെയ്യാൻ ഭയമില്ലായ്മ, മറ്റേത് സിറ്റുവേഷൻസിനെ കൺട്രോളിങ് ചെയ്യാമെന്നുള്ള ഒരു തോന്നലൊക്കെയാണ് തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രണ്ട് സിറ്റുവേഷൻസിനെയും മാനേജ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇമോഷണലി നല്ല ഒരു സ്ട്രെങ്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി, പക്ഷേ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം ഈ രണ്ട് സിറ്റുവേഷൻസും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഒരാൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മറ്റേയാൾ ഇമോഷണലി സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികളാണ് ഈ രണ്ടു പേരും. അതുകൊണ്ട് ഈ രണ്ട് സിറ്റുവേഷൻസിനെയും തേർഡ് പാർട്ടിക്ക് വിട്ട് കളയാനും പറ്റുന്നില്ല, എന്നാൽ ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. വളരെയധികം ഡിഫിക്കൽറ്റി ആയിട്ട് ഈ രണ്ട് സാഹചര്യത്തിലും സ്റ്റക്കായിട്ടാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു തീരുമാനം പൂർണ്ണതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെയും വിട്ടുകളയാൻ താല്പര്യമില്ല, എന്നാൽ മറ്റേ സിറ്റുവേഷൻസിനെയും വിട്ടുകളയാൻ പറ്റില്ല. കാരണം രണ്ടും രണ്ട് രീതിയിൽ ഈ പേഴ്സണ് വളരെ പ്രയോജനപ്പെടുന്നു. ഒരു സ്റ്റക്നെസ്സും ഹാർഡ് വർക്കിങ്ങും ചെയ്യേണ്ടി വരുന്നു എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. പുള്ളിയുടെ ലക്ഷ്യം ആ ഒരു സിറ്റുവേഷൻസിന്, തേർഡ് സിറ്റുവേഷന് തൻ്റെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യണം. കാരണം ഈ തേർഡ് സിറ്റുവേഷൻസിന് ഒരു ലക്ഷ്യമുണ്ട്. ഒന്നെങ്കിൽ ഫിനാൻസ് പരമായൊരു വിജയം, അതല്ലെങ്കിൽ മറ്റേതോ രീതിയിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ തേർഡ് പാർട്ടിക്ക് നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്താണ്, ഈ രണ്ട് സിറ്റുവേഷൻസിനെ ഇപ്പം ഈ രീതിയിൽ കൺട്രോളിങ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്നു. രണ്ടും കളയാൻ പറ്റില്ല എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കണം, ഒരു മൊമെൻ്റ്. ഒന്നെങ്കിൽ പുറത്തേക്ക് പോകുക എന്നൊരാഗ്രഹമായിരിക്കാം തേർഡ് പാർട്ടിക്ക്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവർ രണ്ടു പേഴ്സണും അറിയാതെ പുറത്തേക്ക് പോകുക എന്നൊരു എയർ ട്രാവൽ ഇവർക്കിടയിൽ ഒരു എനർജി ആയിട്ട് വരുന്നുണ്ട്. പുറത്തേക്ക് പോകുക എന്നൊരു ലക്ഷ്യം തേർഡ് പാർട്ടി മനസ്സിൽ കരുതുന്നതായിട്ടാണ് കാണുന്നത്. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം കരിയർ പരമായിട്ട് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസുകൾ തേർഡ് പാർട്ടിക്ക് വരുന്നുമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സക്സസ് നേടാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ജോബും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു
ഉന്നതി വരുമെന്ന ചിന്തയോടുകൂടിയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. പക്ഷേ ഇവരെ പിണക്കുക അല്ലെങ്കിൽ ഇവർ ഈ ഒരു സിറ്റുവേഷൻസ് അറിയുക എന്നത് തേർഡ് പാർട്ടിക്ക് ഭയങ്കരം ഒരു നഷ്ടം സംഭവിക്കും. അപ്പം ഇവരറിയാതെ വേണം കാര്യങ്ങളെല്ലാം മൂവിങ് ചെയ്ത് പോകുക എന്നതാണ് തേർഡ് പാർട്ടിയുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരെയും ബാലൻസിൽ നിർത്തുകയാണ് അവർ. രണ്ടുപേർക്ക് നല്ല രീതിയിൽ കണക്ഷൻസ്, സ്നേഹം പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരാളെ വെറുപ്പിക്കേണ്ടാത്ത രീതിയിൽ. കാരണം ഇതിനകത്ത് ഒരാൾ മാര്യേജ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഒന്ന് കുടുംബ ബന്ധവും ഒന്ന് അല്ലാതെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളുടെ പേഴ്സൺ അല്ലാണ്ട് ഓപ്പോസിറ്റ് ആ തേർഡ് പാർട്ടിക്ക് നിൽക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഫാമിലി തന്നെ ആയിരിക്കാം. അത് വളരെയധികം പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ വളരെയധികം ഒരു ബ്യൂട്ടി അബണ്ടൻസിനെയൊക്കെയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും ഈ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നത് ഒരു അട്രാക്ഷൻ്റെ പുറത്താണ്. കാരണം ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തൊരു വശീകരണത്തിലൂടെ കൊണ്ടുപോയതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ പേഴ്സണിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം, അതായത് ഫിനാൻസ് പരമായിട്ടും അതുപോലെ എന്തൊക്കെയോ ഒരു ഹെൽപ്പും ഒരു സഹായമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ഒരു സാഹചര്യങ്ങൾ നേടിയെടുക്കുക എന്നത് കരിയർ പരമായിട്ടൊരു വിജയം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫിനാൻസാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ തിരിവ് നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളത് ഒരു മാറ്റവുമില്ല. അത് അവർക്കൊരു വിജയത്തിന് വേണ്ടിയിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ്. തീർച്ചയായിട്ടും ഒരു ചേഞ്ചിങ് സംഭവിക്കും. തേർഡ് സിറ്റുവേഷൻസിൽ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചിങ് സംഭവിക്കും എന്നതിന് ഒരു മാറ്റവുമില്ല. ഒന്നെങ്കിൽ തേർഡ് പാർട്ടി വളരെ ദൂരേക്ക് പോവുകയും നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെടുകയും ചെയ്യും. അതല്ലെങ്കിൽ അവർക്കിടയിലെ ആ ഒരു കള്ളത്തരം, തേർഡ് പാർട്ടി കാണിക്കുന്ന ഒരു കള്ളത്തരം നിങ്ങളുടെ പേഴ്സൺ 100% പൂർണ്ണതയോടുകൂടി തിരിച്ചറിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻസിന് ഒരു ചേഞ്ചിങ് വന്നിരിക്കും. അവർ തമ്മിലുള്ള ഒരു കണക്ഷൻസിന് നല്ലൊരു ചേഞ്ചിങ് വരും എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. നിങ്ങളുടെ വ്യക്തിക്ക് ആ തേർഡ് പേഴ്സണോടുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിമറന്ന ഒരു വിശ്വാസവും സ്നേഹവുമാണ് അവിടെ കൊടുക്കുന്നത്. എമോഷണലി പൂർണ്ണമായും ആ വ്യക്തിയിൽ നിങ്ങളുടെ പേഴ്സൺ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ വ്യക്തി എന്ന് പറയുന്നതാണ് പൂർണ്ണത എന്ന് ചിന്തിച്ച് നിൽക്കുന്നു. സക്സസ്, അതുപോലെ വിവാഹ വാഗ്ദാനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടാവാം. കാരണം ആ ഒരു പ്രതീക്ഷയോടുകൂടിയൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കാരണം അട്രാക്റ്റഡ് ആയ പീപ്പിളാണ്. പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ആ തേർഡ് സിറ്റുവേഷൻസ്. അതുപോലെ എന്തൊക്കെയോ പ്രതീക്ഷകൾ, ഒരു ജീവിതം, ലൈഫ്, സക്സസ് ഒക്കെ വളരെ പ്രതീക്ഷ കൊടുത്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ പുതിയ ഒരു പ്രണയം തുടങ്ങി എന്നുള്ള വിശ്വാസത്തോടു കൂടി പുതിയതെന്നുള്ള രീതിയിൽ എന്നോടാണ് കൂടുതൽ സ്നേഹം, അടുപ്പം എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ, കാരണം മറ്റ് സിറ്റുവേഷൻസിനേക്കാളും പ്രാധാന്യം എന്നോടാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ പാസ്റ്റിൽ പരിചയമുള്ള വ്യക്തികളുമാവാം കേട്ടോ. ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് മുൻപേ ഈ വ്യക്തിയുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആവുകയോ പരിചയമുണ്ടാവുകയോ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എനർജി. വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റിയും സക്സസ് ഒക്കെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ട്. പക്ഷേ ദ സ്റ്റാർ കാർഡാണ്. അവിടെ നഷ്ടങ്ങളെ നേരിടേണ്ടി വരുമെന്നും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. നിങ്ങളുടെ പേഴ്സണ് വ്യക്തമായിട്ട് അറിയാം ചില നഷ്ടങ്ങൾ വരുമെന്നും, ഒരു ചെറിയ ചതിയുടെ ഇതൊക്കെ ചതി ഉണ്ട് അല്ലെങ്കിൽ ചതി നടക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ടെങ്കിലും ആ ഒരു സക്സസ് ആഗ്രഹിക്കുന്നു. അവരോടൊത്തൊരു സക്സസ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് സിറ്റുവേഷൻസിന് ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ തേർഡ് സിറ്റുവേഷൻസ് ഇവരെ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് അവിടെ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് നെഗറ്റീവായൊരു സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ട് അവരിപ്പം വളരെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടും അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കുന്നു, ഹാപ്പിനെസ് അനുഭവിക്കുന്നു, ഹാപ്പിനെസ്സായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കാര്യങ്ങളുടെ ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ചതിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചതിക്കപ്പെടുന്നുണ്ട്, മുന്നോട്ടൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പൂർണ്ണതയില്ല എന്നും അത് ചിലപ്പോൾ ഒരു നഷ്ടത്തിലേക്ക്, ഇവർ പോലും അറിയാതെ ഒരു നഷ്ടത്തിലേക്ക് പോയി ചേരുമെന്നുള്ള ഒരു
തോന്നലും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. പക്ഷേ അവർ സന്തോഷം ആ ഒരു സാഹചര്യത്തിൽ അനുഭവിച്ച് നിൽക്കുന്നു, അഭിനയിച്ച് നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ദ സ്ട്രെങ്ത് കാർഡാണ്. കുറച്ച് കൺട്രോളിങ് പവറും മാനേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്. സിറ്റുവേഷൻസ് ബ്ലോക്കേജ് വരുത്തുന്നുണ്ട്. ആ ബ്ലോക്കേജിനെ അതിജീവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ബ്ലോക്കേജ് വരികയും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ തമ്മിലൊന്ന് വീണ്ടും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ വരും. അപ്പം നിങ്ങളുടെ പേഴ്സൺ നല്ല സ്ട്രെങ്തോടു കൂടി അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കും. വീണ്ടും പഴയതുപോലെ തന്നെ ബ്ലോക്കായി മാറും. അപ്പം ഒരു ബൗണ്ടറി ഇട്ട് തന്നെയാണ് തേർഡ് പാർട്ടി ഈ പേഴ്സണിൻ്റെ അരികിൽ നിൽക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് തന്നെയാണ് ചീറ്റിംഗ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. അപ്പുറം ഫാമിലിയുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം സ്വപ്നം കണ്ട് നിൽക്കുന്നു, എന്തൊക്കെയോ ലൈഫിലേക്ക് വരുമെന്നുള്ള ഒരു സ്വപ്നം കാണുന്നു. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ചിലപ്പോൾ ഈ ഫിനാൻസ് പരമായിട്ടൊക്കെ കൊടുത്ത് ഇട്ട് നോക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ ഒരു കണക്ഷൻസ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ആ ഒരു പേഴ്സൺ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. പക്ഷേ അതും ഒരു ബാലൻസ് അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, ബാലൻസിലേക്ക് വരുന്നില്ല. കാരണം ഈ ഒരു തേർഡ് പാർട്ടി എപ്പോഴും ബൗണ്ടറി ഇടുന്നുണ്ട്, ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് കാണുന്നത് ബാലൻസിലാക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വിളിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവരെ കൺട്രോളിൽ നിർത്താനും നിങ്ങളുടെ വ്യക്തിയെ വിട്ടുപോകാതിരിക്കാനും. പക്ഷേ എന്നിട്ടും ബാലൻസ് വരുന്നില്ല. കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം ഇത് ഇത്രയും നാളത്തേക്കേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് അവസാനിക്കുമെന്നത്. അപ്പം തേർഡ് പാർട്ടിയുടെ ആ ഒരു ചിന്ത കൊണ്ടാവാം ബാലൻസിൽ വരുന്നില്ല കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ കുറച്ച് കൺട്രോളിങ് പവർ, ഈഗോയിസ്റ്റിക് ആയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. അതേ ഈഗോ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിയും തിരിച്ച് കാണിക്കുന്നുണ്ട്, കൺട്രോളിങ് പവർ കാണിക്കുന്നുണ്ട്. എന്താണേലും ഇമോഷണലി പൂർണ്ണമായും ഒരു നഷ്ടത്തോടു കൂടി, ഇമോഷൻസിൻ്റെ ഒരു നഷ്ടം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോരേണ്ടി വരും. അല്ലെ തിരിച്ച് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർക്ക് ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോരേണ്ടി വരും. മറ്റൊരിടത്ത് തൻ്റെ ഇമോഷൻസ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ടി വരും. ഇമോഷണലി എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം അവരുടെ ആ ഒരു സ്ട്രെങ്ത്, അതായത് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യം കഴിയുമ്പോൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു ഇമോഷൻസിനെ അവസാനിപ്പിച്ച്, ഈ ഒരു സ്നേഹബന്ധത്തെ അവസാനിപ്പിച്ച് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് തിരിച്ച് ഒരു നഷ്ടത്തോടു കൂടി, അവരുടെ ലൈഫിൽ ഇമോഷണലി ഒരു നഷ്ടം സംഭവിക്കും. ആ നഷ്ടത്തോടു കൂടി തിരിച്ച് ബാലൻസിൽ, പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിനെ ബാലൻസിൽ ആക്കേണ്ടതായ ഒരു സാഹചര്യവും വരുമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് സക്സസ് ആണ്. നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു മാറ്റവും സക്സസ്സും വരും. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായ ചില സാഹചര്യങ്ങളാണ്. അപ്പോൾ വെല്ലുവിളികൾ അവസാനിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പൊരുത്തക്കേടുകളും വെല്ലുവിളികളും എല്ലാം അവസാനിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാളത്തെ ആ ഒരു സിറ്റുവേഷൻസിനെ മറന്നോളുക. നിങ്ങൾക്ക് പുതിയൊരു സാഹചര്യങ്ങൾ യൂണിവേഴ്സായിട്ട് ഒരുക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മനസ്സിലാക്കണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്നവരുടെ എനർജിയാണ്. തേർഡ് പാർട്ടി ഇല്ലാത്തവർ ഒരിക്കലും ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.